എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യൽ കടലപ്പരിപ്പ് പ്രഥമനാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. പ്രഥമൻ തയ്യാറാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പ്രഥമൻ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. പ്രഥമനും പായസവും ഒക്കെ തയ്യാറാക്കുമ്പോൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് സ്വാദ് തരുന്നത് അതിലേക്ക് ചേർക്കുന്ന നാളികേരപ്പാലാണ്. നാളികേരപ്പാലെടുക്കുമ്പോൾ നല്ല ഇളയ തേങ്ങ നോക്കി എടുക്കുവാണെങ്കിൽ പ്രഥമന് സ്വാദ് കൂടുന്നതോടൊപ്പം തന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് നമുക്ക് എടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് കടലപ്പരിപ്പ് പ്രഥമൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 650 ഗ്രാം അളവിലാണ് കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. 1/2 കിലോനും ഒരു 150 ഗ്രാമും കൂടി ആവശ്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതുപോലെ ഒരു 150 ഗ്രാം കൂട്ടിയെടുത്തിട്ടുള്ളത്. 1/2 കിലോ കടലപ്പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കാൻ പോയിരുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് കൂടെ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഞാനൊരു 150 ഗ്രാം അളവിൽ കൂടെ കൂട്ടിയത് അതാണ്. അപ്പോൾ ഈ പരിപ്പ് നമുക്ക് കഴുകിയെടുക്കാം. പലതരത്തിലുള്ള പായസങ്ങളും പ്രഥമനൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതൊരു വിശേഷമായിട്ട് ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ അനുബന്ധ അസുഖങ്ങളുള്ള ആൾക്കാർക്കും ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒന്നാണ്. ആദ്യമേ തന്നെ പരിപ്പൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പിന്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 1500 മില്ലി വെള്ളമാണ് കടലപ്പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പരിപ്പ് വേവിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി കുക്കർ മൂടിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട് കുക്കർ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലോണം ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുക്കർ മൂടി അടച്ചു കൊടുക്കാം. അങ്ങനെ പരിപ്പ് ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി കുക്കറിൽ നിന്നും ആവി നല്ലോണം പുറത്തേക്ക് വരുമ്പോൾ വിസിലിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ കുക്കറിന്റെ എയറൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിസിലിട്ട് കൊടുക്കാം. ഇനി ഒരു 8 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കുക്കറിൽ നിന്നും ആദ്യ വിസിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 8 വിസിലാണ് അടുപ്പിച്ചെടുക്കേണ്ടത്. പരിപ്പ് നല്ല പോലെ തന്നെ വെന്ത് കിട്ടണം. അതുവരെയും നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ സിമ്മിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. സിമ്മിലിരുന്നാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടതും. അങ്ങനെ പരിപ്പ് മാറ്റിയിട്ടുണ്ട്. ആദ്യ വിസില് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് 8 വിസിലടുപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ശർക്കരയും പിന്നെ ഒരു 100 ഗ്രാം അളവിൽ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് 1.5 ലിറ്റർ വെള്ളത്തിലാണ് ഞാനൊന്ന് ഉരുക്കിയെടുക്കാൻ പോകുന്നത്. 1.5 ലിറ്റർ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കര ഒന്ന് ഉരുക്കി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ 3 നാളികേരം ഒന്ന് തിരുമിയെടുക്കാം. ഞാനിവിടെ 3 നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഒരു നാളികേരം നല്ല വലുതാണ്, അതുപോലെ രണ്ടാമത്തെ നാളികേരം അല്പം ചെറുതാണ്, അതുപോലെ ഒരു നാളികേരത്തിന് ഇതുപോലെ 2 നാളികേരമാണ് കേട്ടോ കൂട്ടിയിട്ടുള്ളത്. അതാണ് 3 നാളികേരത്തിന്റെ കണക്ക് പറഞ്ഞിട്ടുള്ളതും. ഇനി നമുക്കിതൊന്ന് തിരുമി എടുത്തിട്ട് വരാം. 1/2 ലിറ്റർ ഒന്നാം പാലും അതുപോലെ 1 ലിറ്റർ രണ്ടാം പാലുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു സീക്രട്ട് കൂടെ ചേർക്കണം. അത് നമ്മൾ അവസാനമാണ് ചേർക്കുന്നത്. അതുവരെയും നിങ്ങൾ വീഡിയോ ക്ഷമയോടുകൂടി തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശർക്കര ഒന്ന് പൊടിച്ചിടാതെ തന്നെ ഉരുക്കാൻ വെച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് ചെയ്താൽ മതിയാകും. 1/2 കിലോ പരിപ്പിന് 1 കിലോ ശർക്കരയാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളൊരു അളവ്. ഇനിയിപ്പോൾ അത്രയും മധുരം വേണ്ട എങ്കിൽ നിങ്ങൾ ഒരു 100 ഗ്രാം അളവിൽ കുറക്കാവുന്നതാണ്. ഞാനിപ്പോൾ 650 ഗ്രാം അളവുള്ളത് കൊണ്ടാണ് 100 ഗ്രാം അളവിൽ കൂട്ടിയിട്ടുണ്ടത്. 1 കിലോനും 100 ഗ്രാമുമാണ് നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ള അളവുകളും. ഇനി ശർക്കര നല്ലതായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. നമ്മുടെ ശർക്കര പാനി ഇവിടെ എല്ലാം നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ പരിപ്പൊന്ന് തുറന്ന് നോക്കാം. നല്ല പോലെ വെള്ളത്തോടു കൂടി തന്നെയാണ് പരിപ്പ് വെന്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ, പരിപ്പ് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല പോലെ കുറുകിയ പാകത്തിലേക്ക് പരിപ്പായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം ഉടയാത്ത പരിപ്പുണ്ടെങ്കിൽ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പരിപ്പ് വെന്ത് വരില്ല.
അപ്പോൾ അതുകൊണ്ട് ശർക്കരപ്പാനി ഒഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പരിപ്പ് നല്ലോണം തന്നെ ഉടച്ചെടുക്കണം. ഓവറായിട്ട് പരിപ്പ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കൊരു ഇങ്ങനെ പരിപ്പ് ഒന്ന് കടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ പരിപ്പ് മാറ്റി വെക്കാം. ഇത്രയും തന്നെ ഉടച്ചെടുത്താൽ മതിയാകും. കണ്ടല്ലോ, ഓവറായിട്ട് ഉടച്ചെടുത്തിട്ടില്ല. ഇനി നമുക്ക് പ്രഥമൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് പരിപ്പ് വഴറ്റിയെടുക്കാനുള്ള ഓട്ടുരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഉരുളി ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് ഈ ഉരുളിയിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. ഇനി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് പരിപ്പ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് പ്രഥമനൊക്കെ തയ്യാറാക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പച്ച ചുവയൊന്നും ഉണ്ടാവാതെ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്നതും. ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കുവാണെങ്കിൽ പരിപ്പിലെ വെള്ളം മുഴുവനും തന്നെ പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലേക്കൊക്കെ വീഴാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ചെറിയ തീയിലേക്ക് വെച്ച് കൊടുത്ത് വേണം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ പരിപ്പ് ഒരു 3 മിനിറ്റ് നേരം ഒന്ന് നെയ്യിലിട്ട് കൊടുത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം. പരിപ്പ് ശർക്കരപ്പാനിയിലേക്കൊന്ന് പിടിച്ച് കിട്ടണം, അതുവരെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ചേർത്തിട്ട് നമ്മുടെ പ്രഥമൻ നല്ലപോലെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ശർക്കരപ്പാനിയിലെ വെള്ളം ഒന്ന് വറ്റി വരണം, അതുവരെയും നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം വറ്റിച്ചെടുക്കാനായിട്ട്. അതുപോലെ ഓട്ടുരുളി ആയതുകൊണ്ടും വളരെ എളുപ്പത്തിൽ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം പ്രഥമൻ തയ്യാറാക്കി എടുക്കാനായിട്ടും. ഇനിയിപ്പോൾ ശർക്കര പാനിയിലെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ, അതുവരെയും നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് ഇവിടെ നല്ല പോലെ ശർക്കര പാനിയിൽ വറ്റി നല്ല കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇതേ ഒരു കളറിലേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ അളവിലാണ് 2ാം പാല് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ പരിപ്പില് അത്യാവശ്യം തരിതരികളൊക്കെ ഉണ്ട്, എങ്കിലും നല്ല പോലെ തന്നെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ പരിപ്പ് വേവിച്ചെടുക്കേണ്ടത്. കണ്ട, മിക്സിയുടെ ജാറിലിട്ടൊന്നും അടിച്ചെടുക്കരുത്. അതുപോലെ നല്ല വേവിച്ചൊന്ന് ഉടച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 1 ലിറ്റർ 2ാം പാലാണ്. ഇളയ നാളികേരം നമ്മൾ തിരുമിയാൽ നല്ല കുറുകിയ പാലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അത് നല്ല കളറിലും നമുക്ക് പാല് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇളയ നാളികേരം നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ 2ാം പാലിൽ കിടന്ന് ഈ ഒരു പരിപ്പെല്ലാം ഒന്നുകൂടെ വെന്ത് കുറുകിയ പാകത്തിലേക്കായി വരണം. അപ്പോഴാണ് നമുക്ക് വീണ്ടും 1ാം പാല് കൂടെ ചേർക്കേണ്ടത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്നുകൂടെ ഇളക്കി തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പ്രഥമൻ ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 15 ഈത്തപ്പഴം 1ാം പാലിൽ നിന്നും കുറച്ച് പാലെടുത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് വെക്കണം. തിളച്ചു തുടങ്ങിയിട്ടുള്ള പ്രഥമൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഈത്തപ്പഴം ഞാനൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്, അതിന്റെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് 1ാം പാലും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈത്തപ്പഴം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈത്തപ്പഴം തിളച്ചുകൊണ്ടിരിക്കുന്ന പ്രഥമനിലേക്ക് ചേർക്കാം. വീണ്ടും നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം. ഇനിയിപ്പോൾ നാളികേരപ്പാലൊന്ന് വറ്റി കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടണം, അതുവരെയാണ് നമുക്ക് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ടതും. നമ്മുടെ പ്രഥമന്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. വീണ്ടും നല്ലോണം ഇളക്കി തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ നേരത്തെ കാണിച്ച നാളികേരത്തിൽ നിന്നും 1/2 മുറി നാളികേരം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു പ്രഥമനിലേക്ക് നാളികേരക്കൊത്ത് ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ പ്രഥമനൊന്ന് വറ്റി വരുന്ന സമയം കൊണ്ട് നാളികേരം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ 2ാം പാലും ചേർത്ത് നമ്മുടെ പ്രഥമൻ നല്ല കുറുകിയ പാകത്തിലേക്കായി വന്നു. ഇതാണ് കേട്ടോ നമ്മുടെ പ്രഥമന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു പാകവും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 ലിറ്റർ 1ാം പാല് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ ഒരു പാകത്തിൽ 1ാം പാല് കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചെയ്തെടുക്കണം. തേങ്ങാപ്പാല് ഇതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു ചൂടൊന്ന് ആറ്റിയെടുക്കണം, അല്ലെങ്കിൽ തേങ്ങാപ്പാല് പിരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. ഉരുളിയുടെ അരികു ഭാഗത്തു നിന്നെല്ലാം നല്ല പോലെ ഇതിലേക്ക് വടിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. പ്രഥമനിലേക്ക് ചേർക്കാനായിട്ട് 1/2 മുറി നാളികേരം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒരു 100 ഗ്രാം നെയ്യിൽ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ചുവക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ശുവണ്ടിയും നാളികേരക്കൊത്തും നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്.
ഈ ഒരു പരുവമായാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പ്രഥമനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പ്രഥമനിലേക്ക് ഏലക്ക, ചുക്ക് പൊടിച്ച പൊടിയാണ്, അല്പം പഞ്ചസാര കൂടെ ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഇനി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നാളികേരക്കൊത്ത് വറുത്ത് ചേർക്കാം. ഇനി ഒന്നും കൂടെ അടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വർഷത്തെ ഓണത്തിന് ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു പ്രഥമന്റെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാകാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.